അത് തന്നെ അത് തന്നെ അത് ഇങ്ങോട്ട് നീക്കരുത് എൻ്റെ ഇടന്ന് കിട്ടാ അതെ അതുകൊണ്ട് വലുതായിട്ടൊക്കെ നിൽക്കുന്നില്ലേ എന്നാ നീ എന്തൊരു കാണിക്കണത് രാജമണിയുടെ പണി ഞങ്ങളെ കിടക്കണ പണി ഞാൻ പറഞ്ഞപ്പോ അത് തന്നെ തലകറക്കത്തിന് എന്തെങ്കിലും മരുന്ന് നല്ല മരുന്ന് പറ്റൂല അത് പറ്റൂല നിനക്ക് തല ഇറങ്ങണ നിനക്ക് തല ഇറങ്ങണ തല ഇറങ്ങണ ഇവിടെ കുറച്ച് മതി ഇനി ഇനി ഇങ്ങോട്ട് ചെയ്യട്ടെ അങ്ങനെ ചെയ് ഓ ചെയ്യാം അങ്ങനെ ചെയ് ഇങ്ങോട്ട് നമുക്ക് തല ഇറങ്ങണോ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പഠിക്കുന്ന ഒരു കൊച്ചാണ് എനിക്ക് ഇഷ്ടം പോലെ പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലി ചെയ്യാം കേട്ടാ എനിക്ക് പറ്റൂല അവക്കാണുമ്പോ കുഴപ്പമില്ല അവക്ക് ഒരു ജോലിയില്ല എനിക്ക് അങ്ങനെയല്ല തന്നെ എനിക്കും പഠിക്കാനുണ്ട് അവർക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ത് പഠിക്കാനുണ്ടെന്ന് എനിക്ക് പഠിക്കാനൊന്നുമില്ലേ പിന്നെ അത് മാത്രമല്ല ജിമ്മിലെ പണിയുണ്ട് നിന്നെ പോലെ തിന്നോണ്ടല്ല നീ ജിമ്മില് നീ അവിടെ അവിടെ ആയിരുന്നു അച്ഛൻ്റെ അടുത്തായിരുന്നല്ലോ അപ്പൊ എന്ത് ജിമ്മി ഇപ്പൊ നീ ജിമ്മിൽ പോകണില്ല അത് ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞോണ്ട് അയ്യോ ഒരടവ് പറയണ അപ്പൊ അവള് അങ്ങനെ പണി നീ പൊടി നീ എന്തോന്ന് പഠിക്കുന്ന വിചാരം നീ എന്തോ പഠിക്കുന്ന നിന്റെ വിചാരം ഞാൻ ഡിഗ്രി തുറന്നു വെച്ച് ഞാൻ ഡിഗ്രി പഠിക്കണേ നീ എന്തോ പഠിക്കണേ നീ എന്ത് പഠിക്കണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ PG ചെയ്യണം നീ എന്തോ PG ചെയ്യണ് സബ്ജക്ട് പറയടി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ നീ ബുക്കും തുറന്നു വെച്ചിട്ട് നീ എന്ന് പഠിക്കണ ഞാൻ അന്ന് കണ്ടതേ ദിവ സ്വപ്നവും കണ്ടത് ചിലപ്പോ ഞാൻ സ്വപ്നമൊക്കെ കണ്ടു ഞാൻ ഇപ്പൊ കളഞ്ഞിട്ട് പോവേ അടിയിൽ കൂറണം അവിടെ കിടന്നു ഇതൊക്കെ ആര് തോട്ടം പേരിയും തൂപ്പരി ജാനുവാ ശരി കണ്ടാപ്പോ ഞങ്ങളെ കളിയാക്കണേ ഞാനും പോണു നീ പിള്ളേരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലടാ അച്ഛനെ കൊച്ചു പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അച്ഛൻ്റെ താര് പറഞ്ഞു ബാലവേലയ്ക്ക് അകത്ത് കിടന്ന് അഴി എണ്ണണോ അങ്ങനെ പറഞ്ഞുവിടാ ഞങ്ങളെ നീ പണി അടിക്കുന്നില്ല പിള്ളേരെങ്കിലും പണിയെടുക്കട്ടെ പിള്ളേരെ പണിയെടുപ്പിക്കാൻ അവർ അച്ഛനമ്മ ഇവിടെ ഇല്ലെന്ന് അവർക്ക് ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലെന്ന് ചോദിക്കില്ല കേട്ടോ യാതിന് പോലത്തെ ഒരു അങ്കിൾ ഉണ്ട് അവർക്ക് അങ്കിൾ മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട പണി കിണിയൊന്നും എടുക്കണ്ട വാ പോവാ നിങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത് എന്നാ ഇത് കണ്ട പോയി പുല്ല് പറയടി പൊടി പുല്ല് പറയടി അയ്യോ എനിക്ക് മുട്ടായല്ലേ നിനക്ക് തരാം പരുത്തിക്കുരു വരെ പരുത്തിക്കുരു നിനക്ക് വേണ്ടടി അത് നന്നായി അല്ലെങ്കിൽ ഞാൻ തരൂലായിരുന്നു പണിയായിട്ട് പുല്ല് പറയടി പോ അപ്പൊ അവളെയും വിളിച്ചോണ്ട് പോയി ഇതാണ് ഇവിടെ ഒരു പണിയും ചെയ്യാൻ അവൻ സമ്മതിക്കില്ല എന്തോന്നാ ഇവിടെ എനിക്കോട് താ എന്ത് കഷ്ടങ്ങള് എന്തോന്നാണ് സംഭവം എന്തോ കേട്ടത് തിന്നെ തീർന്നല്ല പ്രശ്നം അപ്പച്ചി എന്താ അപ്പച്ചി അതൊക്കെ ഉണ്ട് പറ എവിടെന്ന് അതൊക്കെ ഉണ്ടെന്ന് അഫ്സല് വന്നു അഫ്സല് മുട്ട എന്തൊരു നാടന ഭാര്യക്ക് മാത്രം കൊടുക്കുന്നു തന്നെ എന്റെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു ഭാര്യക്ക് മാത്രം നീ കൊണ്ട് കൊടുക്കണേ ഇല്ല എന്റെ വീട്ടിലെ പിങ്കിക്ക് കൊണ്ടുവിടും നിന്റെ രവി അണ്ണാന് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണെന്ന് ഹാഫ് കൊടുക്കണില്ല ഒരു തേങ്ങ ഉണ്ട് എന്തോന്ന് നല്ല കാര്യല്ലേ പറഞ്ഞേ നല്ല കാര്യമല്ല പറഞ്ഞ ഞാൻ എന്റെ ഭാര്യ കൊണ്ടുവരുന്നത് നീ ഇത് ചേട്ടാ കൊച്ചല്ലേ പാവം കൊച്ചു പിള്ളേർ അങ്ങനെ ഒരുപാട് മുട്ട തന്നുണ്ടോടി അവളെ കല്യാണം കഴിഞ്ഞ് അവളെ കെട്ടിച്ച് വിട്ടിട്ട് അവളെ ഭർത്താവൊക്കെ മുട്ടായി വെച്ചു അവൾ ഞമ്മ ചോദിച്ചിട്ട് ഞമ്മെന്ന് ചോദിച്ചിരുന്നാ മതി ഞങ്ങളെ കൂടുതൽ ഷോ ആണ് പൊട്ടിക്ക് അപ്പച്ചി நான் ஒரு கதை சொல்லட்டுமா പണ്ടേ പണ്ടത്തെ കഥ തന്നെ വേണ്ട നമുക്ക് താല്പര്യം മിണ്ടായിരിക്കും ഒന്ന് പറഞ്ഞിട്ട് വേഗം പൊട്ടിക്ക് പണ്ടേ ഒരു കാക്ക ഉണ്ടായിരുന്നു ആ കാക്കയുടെ കയ്യില് വായില് നെയ്യപ്പം ഉണ്ടായിരുന്നു ആ
അപ്പൊ ഒരു കുറുക്കൻ കാക്കയുടെ അടുത്ത് വന്നു. എന്റെ ആ കുറുക്കൻ കാക്കയുടെ അടുത്ത് വെച്ചു, കാക്കേ കാക്കേ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ ആ കാക്ക എന്ത് ചെയ്തു? വാ തുറന്നു. അപ്പൊ ആ നെയ്യപ്പം തറയെ വീണു. അപ്പൊ ആ നെയ്യപ്പം എടുത്തോണ്ട് കുറുക്കൻ ഓടിക്കാം. പിന്നെ അങ്ങനെ ഒരു കുറുക്കന്റെ നെയ്യപ്പം തന്നെ കുറുക്കനൊന്നുമില്ല. അത് എന്തൊരു പുളുപൊടി അടിക്കുന്നത്? എന്നാ അവര് തമ്മിൽ സംസാരിച്ച ഭാഷ ഏതായിരുന്നു പറ? അല്ല ഫസ്റ്റ് കഥ നീ കാട്ടോണ്ടിരുള്ള പൊട്ടന്റെ ആട്ടന്റെ കഥ ഒന്ന് പോയി തരും. പിങ്കി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ അനവസരത്തിൽ ഈ കഥ പറയേണ്ട കാര്യം എന്തോന്നു? അനവസരല്ല, ബാക്കി പറയട്ടെ. അപ്പൊ ഈ കുറുക്കൻ നെയ്യപ്പം എടുത്തോണ്ട് ഓടിക്കളഞ്ഞു. പോയി. അങ്ങനെ നെയ്യപ്പം പോയ കാക്കയുടെ അവസ്ഥയാണ് അപ്പച്ചിക്ക്. ഈ സാധനം അപ്പച്ചിക്ക് ഞാൻ തരും എന്ന് വിചാരിച്ചിട്ടല്ലേ ഇതെനിക്ക് തന്നെ? ഞാൻ തരൂല. ഇത് പറഞ്ഞില്ലേ? എന്തൊരു ദുഷ്ടയാണ് നീ കുറുക്കൻ പിങ്ങിയാൻ. കുട്ടിശാശില്ല എന്ത് എങ്ങനെ പാടി കാര്യം പറ. നിങ്ങൾ ഒരു സൂത്രം സൂത്രു എന്ത് ഇല്ല എന്റെ അടുത്ത് തൂക്കാൻ പറഞ്ഞ കൂടെ വരാനാണ് പറഞ്ഞത്. കൂടെ വാടി. ഞാൻ വരൂല. ഇവിടെ വരാൻ എനിക്ക് ഇനി വയ്യ പണിയെടുക്കാൻ. നിനക്ക് എന്തൊരു വേണോന്നാണ്? ഇതാ എന്നെ അടിക്കാൻ പറഞ്ഞു. എന്നെ എന്തിനച്ഛ അടിച്ചത്? നിനക്ക് സമാനായ അച്ഛന് സമാനായ വലിയ അടിക്കാരെ ബ്രൂസ്ലി ഓടി അച്ഛന് പോ. നിന്നെ കിട്ടുവാടി, എനിക്ക് നിന്നെ കിട്ടും. തൂക്കാതെ പോയാ അടുത്ത് നീ അങ്ങോട്ടല്ലേ വരണത്. കാണിച്ചു തരാം നിന്നെ ഞാൻ. ഐഡിയപരമായിട്ട് ഒരു മുട്ടായി താത്ത് വെച്ചില്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു. ഗുണ്ട് രണ്ടും അടിച്ചെടുത്തോണ്ട് പോയാലും ഇവിടെ ഒളിപ്പിച്ച് വെക്കാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, കറക്റ്റ് അവൾ ഇവിടെ തന്നെ വന്നിരുന്ന് എടുക്കും. ഒരു ഭാര്യക്ക് മുട്ടായി കൊടുക്കണമെങ്കിൽ എന്തെല്ലാം പാടാണ്. ഇവിടെ ഒന്നും വെക്കണില്ല, ഇവിടെ എല്ലാം വെക്കാം. അല്ലേ അവള് കെട്ടാൻ കാണാൻ പറ്റില്ല. ഇവിടെ ഒന്നും കാണാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ മറന്നു. ഇത് പോക്കറ്റിൽ തന്നെ കിടക്കട്ടെ, എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം.